إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ചയിൽ അടിമക്ക് അല്ലാഹു മതി, അല്ലാഹു പോരാ എന്ന വിശ്വാസം മുശ്രിക്കുകളുടെ വിശ്വാസമാണ് എന്നതുമായി ബന്ധപ്പെട്ട് 4 കാര്യങ്ങൾ നാം മനസ്സിലാക്കുകയുണ്ടായി. അല്ലാഹു മതി എന്നത് അല്ലാഹു കാണിച്ചു കൊടുക്കുകയും പ്രവാചകന്മാരും വിശ്വാസികളും സഹാബത്തും അടങ്ങുന്ന ആളുകൾ അനുഭവിക്കുകയും ചെയ്ത കാര്യമാണ്. രണ്ടാമത്തേത് അല്ലാഹു മതിയാക്കി കൊടുക്കുന്നവനാണ് എന്ന പ്രയോഗം. അതേപോലെ ഹസ്ബ്, മതിയായവൻ എന്ന മറ്റൊരു പ്രയോഗം. ഈ അല്ലാഹു പോരാ എന്ന വാക്ക് നൂഹ് നബി തൊട്ട് ഉള്ള എക്കാലത്തെയും മുശ്രിക്കുകളുടെ നിലപാടാണ്. ഈ 4 കാര്യങ്ങളാണ് കഴിഞ്ഞ ഖുതുബയിൽ നാം മനസ്സിലാക്കിയത്. അതിനോടനുബന്ധമായി ചില കാര്യങ്ങൾ കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് അല്ലാഹു മതി? എങ്ങനെ ഒരു മുസ്ലിമിന് അല്ലാഹു മതി എന്ന് സമാധാനിക്കാൻ പറ്റും? എന്തുകൊണ്ട് അവൻ അങ്ങനെ വിശ്വസിക്കണം? കൂടുതലായി വിശദീകരിച്ച് പറയാനുള്ള സമയമില്ല. അല്ലാഹുവിന് അല്ലാഹു തന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് ഇസ്മുകളുണ്ട്, പേരുകൾ. അത് 99 എന്നൊരു ഹദീസിലുണ്ട്. അതിന് ഒരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്. അതല്ലാത്ത വേറെയും പേരുകളുണ്ട്. എത്ര എണ്ണം എന്നത് നമുക്കറിയില്ല എന്നതാണ് ശരിയായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം. ഏതായിരുന്നാലും അല്ലാഹുവിന് പേരിടുകയും ആ പേരിലൂടെ അല്ലാഹുവിന്റെ ഓരോ ഗുണങ്ങൾ നമ്മെ പഠിപ്പിക്കുകയും അവ വിശദീകരിക്കുന്ന ആയത്തുകളും ഹദീസുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തത് അല്ലാഹുവിനെ അതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഒരാളെ നമുക്ക് മനസ്സിലാക്കാൻ അയാളുടെ ചിത്രം കണ്ട് മനസ്സിലാക്കാം, അയാളുടെ ജീവിതം കണ്ട് മനസ്സിലാക്കാം. പല രീതിയിൽ ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരാളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ അല്ലാഹുവിനെ നമുക്ക് കണ്ട് ഗവേഷണം നടത്തി പഠിച്ചെടുത്ത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. മറിച്ച് അല്ലാഹുവിനെ മനസ്സിലാക്കാൻ സാധിക്കുക അല്ലാഹുവിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞ കാര്യങ്ങളിലൂടെയാണ്. അതിന് ഏറ്റവും നല്ല മാർഗം അല്ലാഹുവിന്റെ പേരുകളെക്കുറിച്ചും അവന്റെ സിഫത്തുകളെക്കുറിച്ചും പഠിക്കുക എന്നതാണ്. തൗഹീദിന്റെ 3ാമത്തെ ഇനമായ തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. അല്ലാഹുവിനെ കുറിച്ച് ചിലയിടങ്ങളിൽ ഒരു പേര് മാത്രം പറഞ്ഞത് കാണാം ഖുർആനിൽ. ഒരു വിശേഷണം മാത്രം, അല്ലെങ്കിൽ ഒരു പേര് മാത്രം. ചില സ്ഥലത്ത് 2 എണ്ണം കൂട്ടി പറഞ്ഞതുണ്ട്. ഇപ്പൊ സമീഉൻ അലീമുൻ, അസ്സമീഉൽ അലീം, അല്ലെങ്കിൽ സമീഉൻ ബസീർ, ഇങ്ങനെ 2 എണ്ണം കൂട്ടി പറഞ്ഞത്, 3 എണ്ണം കൂട്ടി പറഞ്ഞത്, 8 പേരുകൾ വരെ ഒരുമിച്ച് ചേർത്ത് പറഞ്ഞത്. ഇങ്ങനെ പല രീതിയിൽ ഖുർആനിൽ അല്ലാഹുവിന്റെ പേരുകൾ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സംസാരിച്ചു വരുന്ന അല്ലാഹു മതിയായവനാണ് എന്ന് സൂചിപ്പിക്കുന്ന ആയത്തുകളുമായി ബന്ധപ്പെടുത്തി വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ 10 ഇസ്മുകൾ, 10 പേരുകൾ 10 സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ 9 സ്ഥലങ്ങളിൽ, 9 സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്ത് 2 കാര്യം ഒരുമിച്ച് പറഞ്ഞിട്ട്, അങ്ങനെ 10 ഇസ്മുകൾ 18ഓളം സ്ഥലങ്ങളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതിനോട് ചേർത്ത് പറഞ്ഞതൊക്കെ അല്ലാഹു മതി, അവൻ മതിയാക്കി തരുന്നവനാണ് എന്നാണ്. വിശദീകരണമില്ലാതെ ആ പ്രയോഗങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞു പോവുകയാണ്. ഒന്നാമത്തേത് അൽ ഹസീബ്, വിചാരണ ചെയ്യുന്നവൻ. അല്ലാഹു പ്രവാചകന്മാരുടെ ദൗത്യ നിർവഹണത്തെ സംബന്ധിച്ചും അല്ലാഹുവിനെ പേടിക്കുകയും മറ്റാരെയും പേടിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ കുറിച്ച് പ്രസ്താവിച്ചതിന് ശേഷം വകഫാ ബില്ലാഹി ഹസീബ, വിചാരണ ചെയ്യാൻ അല്ലാഹു മതിയായവനാകുന്നു. ഇവിടെ അല്ലാഹു മതിയായവനാണ്. അതിനോട് ചേർത്ത് പറഞ്ഞത് അല്ലാഹു ഹസീബാണ്, അവൻ വിചാരണ ചെയ്യാൻ മതിയായവനാണ്. ചെറിയ തെറ്റുകളും വലിയ തെറ്റുകളും, അതുപോലെ തന്നെ പ്രത്യക്ഷത്തിൽ തെറ്റിക്കുന്നവനെയും പരോക്ഷമായി തെറ്റിക്കുന്നവനെയും, ഒളിഞ്ഞ് ആക്രമിക്കുന്നവനെയും പരസ്യമായി ആക്രമിക്കുന്നവനെയും, ആരെയും വിചാരണ ചെയ്യാൻ അല്ലാഹു മതി. അതുകൊണ്ട് ശത്രുക്കളെ പേടിച്ചുകൊണ്ട് ദഅവത്ത് നിർത്തേണ്ടതില്ല, വിചാരണ ചെയ്യാൻ അല്ലാഹു ഉണ്ട് എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തേത് അൽ വലിയു, അൽ വലി, വലിയ എന്ന് പറഞ്ഞാൽ രക്ഷകൻ, സംരക്ഷകൻ, ഏറ്റവും ബന്ധപ്പെട്ടവൻ എന്നൊക്കെയാണ് അർത്ഥം. അല്ലാഹുവിനെ കുറിച്ച് വകഫാ ബില്ലാഹി വലിയ, ശത്രുക്കളെ കുറിച്ച് ഏറ്റവും അറിയുന്നവൻ അല്ലാഹുവാണ്. ആ ശത്രുക്കളെ അല്ലാഹു മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് രക്ഷകനായി അല്ലാഹു മതി. വകഫാ ബില്ലാഹി വലിയ,
കാരണം ശത്രുക്കളെ അറിയുന്നവൻ അല്ലാഹുവാണ്. ആ ശത്രുക്കളെ തോൽപ്പിച്ച് നിനക്ക് രക്ഷ നൽകാൻ പറ്റുന്ന വലിയ മരിച്ചു കിടക്കുന്ന ആളല്ല, ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഭ്രാന്തന്മാരല്ല, മറിച്ച് അല്ലാഹുവാണ് വലിയായി മതിയായവൻ. അതുകൊണ്ട് ആ അല്ലാഹുവിനെ നീ വലിയായി മനസ്സിലാക്കിക്കോ, വേറെ നിനക്കൊരു വലിയ വേണ്ട. സൂറത്തുൻ നിസാ 45-ാമത്തെ വചനം. ഇവിടെ ശത്രുക്കളെ പരാജയപ്പെടുത്തുക എന്നത് മാത്രമല്ല, മനുഷ്യനുമായി ബന്ധപ്പെട്ട സൃഷ്ടികൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളുടെയും വലിയ അത് അല്ലാഹുവാണ്. സൂറത്തുൽ ഫുർഖാൻ അവിടെ 2 കാര്യങ്ങൾ പറഞ്ഞു. വകഫാ ബിറബ്ബിക ഹാദിയൻ വനസീറ. എല്ലാ നബിമാർക്കും നാം പാപികളായ ശത്രുക്കളെ ഉണ്ടാക്കിയിട്ടുണ്ട്. ശത്രു ഇല്ലാത്തൊരു നബിയും വന്നിട്ടില്ല എന്ന് വിചാരിച്ച് ശത്രുക്കളുള്ളത് കൊണ്ട് നബിമാർ ദഅവത്ത് നിർത്തിപ്പോയിട്ടുണ്ടോ, പോകേണ്ടതുണ്ടോ? ഇല്ല. അത് അല്ലാഹുവിനറിയാം. അല്ലാഹു നിശ്ചയിച്ചതാണ് വിശ്വാസികൾക്കും പ്രവാചകന്മാർക്കും എതിരാളികളെ, മുജ്രിമുകളെ, പാപികളെ, കുറ്റവാളികളെ. അതുകൊണ്ട് ദഅവത്ത് നിർത്തണ്ട. ആ പാപികളെ നിലക്ക് നിർത്താൻ, അവർക്കെതിരിൽ നിന്നെ സഹായിക്കാൻ വകഫാ ബിറബ്ബിക ഹാദിയൻ വനസീറൻ. വഴി കാണിക്കാനും സഹായിക്കാനും അല്ലാഹു മതിയായവനാണ്. എന്താ വഴി കാണിക്കുന്നത്? ശത്രുക്കൾ നിന്നെ തെരഞ്ഞു വരുമ്പോൾ, നിന്നെ ആക്രമിക്കാൻ വരുന്നുവെങ്കിൽ അവരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ആര് കാണിച്ചു തരും? അത് അല്ലാഹു കാണിച്ചു തരും. ആ ശത്രുവിനെ ഉണ്ടാക്കിയ അല്ലാഹു തന്നെ ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നിനക്കല്ല കാണിച്ചു തരും. അങ്ങനെ അല്ലാഹു മതി. വനസീറൻ, ശത്രുവിനെതിരിൽ നിന്നെ സഹായിക്കാനും അല്ലാഹു മതി. ശത്രുവിനെതിരിൽ സഹായിക്കുക എന്നത് മാത്രമല്ല, അതുപോലെ തന്നെ വഴി കാണിക്കാൻ, രക്ഷപ്പെടാനുള്ള ഭൗതികമായ വഴി മാത്രമല്ല, ഇഹപര വഴി കാണിക്കാൻ, ശത്രുവിനെതിരിൽ സഹായിക്കാൻ, അല്ല എല്ലാ തരം കാര്യങ്ങളിൽ നിന്നും സഹായിക്കാൻ. അതെല്ലാത്തിനും ബാധകമാണ്. ഇവിടെ പറഞ്ഞത് ശത്രുവുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് എന്ന് മാത്രം. ഏത് നിലക്കും സഹായിക്കാനും വഴി കാണിച്ചു തരാനും അല്ലാഹു ആകുന്നു. അല്ലാഹു മതിയായവനാണ്. 5, അല്ലാഹു അറിയുന്നവനാണ്. വകഫാ ബില്ലാഹി അലീമ. അറിയുന്നവനായി അല്ലാഹു മതി. എന്നാൽ ഇന്ന് അല്ലാഹു അല്ലാത്ത ആളുകളെ, ഔലിയാക്കന്മാരെന്ന് വിശ്വസിക്കപ്പെടുന്ന ആളുകളെ, മനുഷ്യന്മാരെ, മയ്യത്തുകളെ, ശവങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ എന്താ പറയുന്നത്? അല്ലാഹു കാണുന്നത് പോലെ അബ്ദുൽ ഖാദിർ ജീലാനി കാണുമെന്നോ കേൾക്കുമെന്നോ വിശ്വസിച്ചാൽ ശിർക്കാവുകയില്ല. അല്ലാഹു കാണുന്നത് പോലെ ജീലാനി കാണും, അല്ലാഹു കേൾക്കുന്നത് പോലെ ജീലാനി കേൾക്കും, അറിയുന്നത് പോലെ അറിയും എന്ന് വിശ്വസിച്ചാൽ ശിർക്കാവൂലാൻ. അപ്പൊ എന്തായി? അള്ളാനെ പോലെ ജീലാനിയായി. അള്ളാന്റെ സ്ഥാനത്തേക്ക് അബ്ദുൽ ഖാദിർ ജീലാനിയെ, മൊയ്തീൻ ശൈഖ് എന്ന് വിളിക്കപ്പെടുന്ന ജീലാനിയെ എത്തിച്ചു. ഇത് പച്ച മലയാളത്തിൽ എഴുതി വെച്ചതാണ്. അങ്ങനെ വിശ്വസിച്ചാൽ ശിർക്കാവുകയില്ല. ഇവിടെ എന്താ പറയണത്? അറിയുന്നവനായി അല്ലാഹു മതി. എന്നാൽ ഇവിടെ എന്താ പറയണത്? അറിയുന്നവനായി ജീലാനി മതി. അതല്ല പറഞ്ഞതിന്റെ അർത്ഥം അല്ലാഹു കാണുന്നത് പോലെ, കേൾക്കുന്നത് പോലെ, അറിയുന്നത് പോലെ ജീലാനി അറിയുമെന്ന് പറഞ്ഞാൽ അതിനൊക്കെ ജീലാനി മതിയായവനാണ്, CM അബൂബക്കർ മതിയായവനാണ് എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ സ്ഥാനത്തേക്ക് ആ മതിയാവുക, മതിയാക്കുക, മതിയായവൻ എന്ന സ്ഥാനത്തേക്ക് അല്ലാഹു അല്ലാത്ത ആളുകളെ ഉയർത്തുന്നു. അപ്പോൾ ഒളിഞ്ഞതും തെളിഞ്ഞതും പ്രത്യക്ഷവും പരോക്ഷവും, ഉണ്ടായിക്കഴിഞ്ഞതും ഉണ്ടാകുന്നതും ഉണ്ടാകാൻ പോകുന്നതും, ഭൂമിക്ക് മേലെയുള്ളതും ഭൂമിക്കടിയിലുള്ളതും, ആകാശത്തിലുള്ളതും ആകാശഭൂമികൾക്കിടയിലുള്ളതും എല്ലാം അറിയുന്നവൻ ആരാണ്? അല്ലാഹുവാണ്. അവൻ മതി എന്നാണ് വിശ്വാസിയെ ഖുർആൻ പഠിപ്പിച്ചത്. ഷഹീദ്, സാക്ഷി, സാക്ഷിയാകാൻ മതിയായവൻ. സാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുക എന്നതാണ്. അങ്ങനെ സാക്ഷിയാകാൻ പറ്റിയവൻ അല്ലാഹുവാകുന്നു. വകഫാ ബില്ലാഹി ഷഹീദ. സാക്ഷിയായി അല്ലാഹു മതി എന്ന് ഖുർആൻ സൂറത്തുൻ നിസാ 166, സൂറത്തുൽ ഫത്ഹ് 28, ഇങ്ങനെ 3 സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇക്കാര്യം പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഇനി വക്കീൽ, പരമേൽപ്പിക്കപ്പെടാൻ പറ്റിയവൻ. പരമേൽപ്പിക്കുക, നമ്മുടെ കാര്യം നമ്മുടെ കഴിവിൽപ്പെടാത്ത, മനുഷ്യരുടെ കഴിവിൽപ്പെടാത്ത, സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്ത കാര്യങ്ങൾ ആരെയാണ് ഏൽപ്പിക്കേണ്ടത്? അല്ലാഹുവിനെയാണ് ഏൽപ്പിക്കേണ്ടത്. അപ്പൊ അല്ലാഹു വക്കീലാണ്. നമ്മളെ കാര്യം ഏറ്റെടുക്കാൻ അല്ലാഹു അല്ലാത്ത ആരും ലോകത്തില്ല. ഇത് ഖുർആൻ ഒരു സ്ഥലത്തല്ല 6 സ്ഥലങ്ങളിൽ, സൂറത്തുൽ നിസായിലെ 81, 132, 171, ഒരേ സൂറത്തിൽ 3 സ്ഥലത്ത്, സൂറത്തുൽ ഇസ്രാ ഒരു സ്ഥലത്ത് 65-ാമത്തെ ആയത്ത്, സൂറത്തുൽ അഹ്സാബ് 3-ാമത്തെ ആയത്ത്, 48-ാമത്തെ ആയത്ത്, അങ്ങനെ 3 സൂറത്തുകളിലായി 6 സ്ഥലങ്ങളിൽ അല്ലാഹു പറഞ്ഞു വകഫാ ബില്ലാഹി വക്കീലാ. നിനക്ക് നിന്റെ കാര്യം ഏൽപ്പിക്കാൻ പറ്റിയവനായി അല്ലാഹു മതി. അല്ലാഹു അല്ലാത്ത ഒരുത്തൻ നിനക്ക് ഏൽപ്പിക്കാൻ പറ്റിയവനായി ഇല്ല എന്ന് ആവർത്തിച്ച് അല്ലാഹു പറഞ്ഞു. എന്തിന്? സൃഷ്ടിക്കാൻ മതിയായവൻ അല്ലാഹുവാണ്, സംരക്ഷിക്കാൻ മതിയായവൻ അല്ലാഹുവാണ്, ലോകത്തെ നിയന്ത്രിക്കാൻ, പരിപാലിക്കാൻ, അതിൽ കാര്യങ്ങൾ ചെയ്യാൻ മതിയായവൻ അല്ലാഹുവാണ്. എളുപ്പം നമുക്ക് എന്താണോ വേണ്ടത് അത് എളുപ്പമാക്കി തരാൻ, പ്രയാസമുണ്ടോ ആ പ്രയാസങ്ങളെ ദൂരീകരിക്കുവാൻ, നിനക്ക് ദുനിയാവിലും ആഖിറത്തിലും നിന്നെ ഉത്കണ്ഠനാക്കുന്ന കാര്യങ്ങളുണ്ടോ അത് നിനക്ക് ഇല്ലാതാക്കുവാൻ, നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ, നിനക്ക് സഹായിച്ചു തരുവാൻ, നിനക്ക് വേണ്ട കാര്യങ്ങളൊക്കെ
കാര്യങ്ങളൊക്കെ പാകപ്പെടുത്തി തരുവാൻ എല്ലാറ്റിനും പറ്റിയ വക്കീലാരാ? അത് അള്ളാഹു മാത്രമാണ്. ഒന്നല്ല, 6 സ്ഥലങ്ങളിൽ. 8-മതായി അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിന്റെ അടിമകൾ ചെയ്യുന്ന പാപങ്ങൾക്ക് അവൻ മതിയായവനാണ് എന്ന് പറഞ്ഞാൽ ആ പാപങ്ങളെ അള്ളാഹു മതിയാക്കി തരും. എങ്ങനെ? ഖബീറൻ, സൂക്ഷ്മമായി അറിയുന്നവനായി അള്ളാഹു മതി. അപ്പൊ ആരെന്ത് തെറ്റ് ചെയ്താലും അത് വളരെ സൂക്ഷ്മമായി അറിയാൻ അള്ളാഹുവിന് സാധിക്കും. എന്നാലോ ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് ചാർത്തി കൊടുക്കുന്നവരാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ എന്നറിയപ്പെടുന്ന ഭൂരിപക്ഷ സമൂഹത്തിൽപ്പെട്ടവരും അതേ ചിന്താഗതിയുള്ളവരായ ആളുകളും. 9-ാമത്തേത് സൂറത്തുൽ ഇസ്രാ 17. അള്ളാഹു ബസീറാൻ, ഖബീറാണ് എന്നതോടൊപ്പം തന്നെ ഇവിടെ രണ്ടും കൂടി ചേർത്തി പറഞ്ഞു. ഫുർഖാനിൽ ഖബീർ എന്ന് മാത്രം പറഞ്ഞു, ഇവിടെ ഖബീറൻ ബസീറൻ, സൂക്ഷ്മമായി അറിയുന്നവനും കാണുന്നവനുമായി അള്ളാഹു മതി. എന്തിന്? അള്ളാഹുവിന്റെ അടിമകളുടെ പാപങ്ങളെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ എല്ലാ നിലക്കും കേൾവി കൊണ്ടും കാഴ്ച കൊണ്ടും അറിവ് കൊണ്ടും എല്ലാറ്റിനെയും വലയം ചെയ്തവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. കേൾവിക്കാരനാണ്, കേൾവി ഉള്ളവനായി അള്ളാഹു മതി. അത് സൂറത്തുൽ ബഖറ 137 പറഞ്ഞു. അപ്പൊ 3 വന്നു: കേൾക്കുക, കാണുക, അറിയുക. ഫസയക്ഫീകഹുമുല്ലാഹ്, ആളുകൾ നിന്നെ വിശ്വസിക്കാതെ ഭിന്നിച്ചു പോവുകയാണെങ്കിൽ അവര് പോയിക്കോട്ടെ. ഫസയക്ഫീകഹുമുല്ലാഹ്, അവരെ നിനക്കല്ലാഹു മതിയാക്കി തരും. നിന്നിൽ വിശ്വസിക്കാതെ പോകുന്നവർ പോയിക്കോട്ടെ, അവരെ മതിയാക്കാൻ, അവരെ നിലക്ക് നിർത്താൻ അള്ളാഹു മതിയായവനാണ്. എന്തുകൊണ്ട്? വഹുവ സമീഉൽ അലീം, അള്ളാഹു അവരെങ്ങോട്ട് പോകുന്നു, അവരെന്ത് ചെയ്യുന്നു, അവരെന്ത് തന്ത്രം പ്രവർത്തിക്കുന്നു എന്നൊക്കെ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവരാകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല. 10 പേരുകൾ അള്ളാഹുവിനെ സംബന്ധിച്ച് കഫാ ബി, മതിയാക്കി തരും, മതിയായവനാണ് എന്നത് പറഞ്ഞതിന് ശേഷം 10 പേരുകൾ അള്ളാഹുവിനെ സംബന്ധിച്ച് 18ഓളം സ്ഥലങ്ങളിലായി ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നത് ഈ ഒറ്റ വിശദീകരണമില്ലാത്ത ഒറ്റവാചകത്തിൽ നിന്ന് തന്നെ അള്ളാഹു മതി എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. നേരത്തെ ഞാൻ പറഞ്ഞു അള്ളാഹുവിനെ കുറിച്ച് ഒരു ഇസ്മ മാത്രം പറഞ്ഞ സ്ഥലങ്ങളുണ്ട്. 2 കാര്യങ്ങൾ, പിന്നെ സമീ ബസീർ, ഇതേപോലെ 2 കാര്യങ്ങൾ ചേർത്ത് പറഞ്ഞാൽ, ഒരു പേര് പറഞ്ഞാൽ കിട്ടാത്ത, അല്ലെങ്കിൽ 2 പേരുകൾ ഒറ്റക്കൊറ്റക്ക് പറയുമ്പോൾ കിട്ടാത്ത അർത്ഥം 2 പേരുകൾ ചേർത്ത് പറയുമ്പോൾ കിട്ടുന്നു എന്ന് അഖീദയുടെ ഗ്രന്ഥങ്ങളിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. അപ്പൊ ഇവിടെ ഒറ്റക്ക് പറഞ്ഞവയുണ്ട്, ഒറ്റക്കൊറ്റക്ക് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ചേർത്ത് പറഞ്ഞതുണ്ട്. കേൾവിയുള്ളവൻ, കാഴ്ചയുള്ളവൻ, കഴിവുള്ളവൻ, അറിയുന്നവൻ, സൂക്ഷ്മമായി അറിയുന്നവൻ എന്നൊക്കെ പറഞ്ഞതുപോലെ അസീസ്, ഹക്കീം വേറെ വേറെ പറഞ്ഞിട്ടുണ്ട്, കൂട്ടിച്ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ അല്ലാഹു മതി എന്നതാണ് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾ ഉറപ്പിച്ച് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു വിശ്വാസം ഒരുത്തനില്ല എങ്കിൽ അവൻ അള്ളാഹു അല്ലാത്തവരെ മതിയാകാൻ വേണ്ടി തേടിപ്പോകും. അത് മരിച്ചവരാണെങ്കിലും ജീവിച്ചവരാണെങ്കിലും മനുഷ്യരാണെങ്കിലും മണ്ണാണെങ്കിലും കല്ലാണെങ്കിലും കബറാണെങ്കിലും ശവമാണെങ്കിലും മൃഗമാണെങ്കിലും വള്ളിക്കെട്ടാണെങ്കിലും എന്തായിരുന്നാലും ശരി അതിനെയൊക്കെ തേടിപ്പോകുന്നത് അള്ളാഹു പോരാ എന്നതുകൊണ്ടാണ്. നേരത്തെ പറഞ്ഞു ശത്രുക്കളെ അള്ളാഹു മതിയാക്കി തരും, സംരക്ഷിക്കാൻ അള്ളാഹു മതിയായവനാണ് എന്നൊക്കെ പറഞ്ഞത് പ്രവാചകന്മാരുടെയും വിശ്വാസികളുടെയും ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. യാക്കൂബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് തന്റെ മകൻ നഷ്ടപ്പെട്ടു, മക്കൾ കൊണ്ടുപോയി കിണറ്റിലിട്ടു, കൊണ്ടുപോയി വിറ്റു. എവിടെയെന്ന് ബാപ്പക്കറിയില്ല. കണ്ണിന്റെ കാഴ്ച പോയി, കണ്ണിന് തിമിരം ബാധിച്ചു, കരഞ്ഞ് കണ്ണുനീര് വറ്റി, കാഴ്ച നഷ്ടപ്പെട്ടു. ഖുർആൻ പറഞ്ഞതാണ്. അങ്ങനെ 2ാമത്തെ മകനെയും മക്കൾ വന്ന് ചോദിക്കുന്നു, ഇവനെ കൂടി കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിന്? ഭക്ഷണം കിട്ടാൻ, ക്ഷാമം ബാധിച്ചപ്പോ. അപ്പോ ബാപ്പ യാക്കൂബ് പറയാൻ, പ്രവാചകനായ യാക്കൂബ് പറയാൻ, ഫല്ലാഹു ഖൈറുൻ ഹാഫിള, സംരക്ഷകനായി, കാവൽക്കാരനായി അള്ളാഹു ഉത്തമനാകുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനേക്കാൾ നല്ല കാവൽക്കാരൻ വേറെയില്ല. വഹുവ അർഹമുർ റാഹിമീൻ, കരുണയുള്ളവരിൽ ഏറ്റവും കരുണയുള്ളവൻ അള്ളാഹുവാണ്. കണ്ടോ, അള്ളാഹുവിൽ ഏൽപ്പിച്ച്, അള്ളാഹുവിൽ അർപ്പിച്ച്, അള്ളാഹുവിനെ കാവൽക്കാരനാക്കി തന്റെ ഒരു മകനെ കൊണ്ടുപോയി കിണറ്റിലിട്ട് എന്ത് ചെയ്തു എന്ന് വാപ്പക്കറിയില്ല, അത് മക്കൾ പറഞ്ഞിട്ടില്ല. അവർ ചെയ്ത പണിയാണ്. കിണറ്റിലിട്ടോ വിറ്റെന്നൊക്കെ പിന്നെയാ മനസ്സിലാക്കുന്നത്, വർഷങ്ങൾ പിന്നിട്ട്. അപ്പൊ അങ്ങനെ കാണാതാക്കിയ മക്കൾക്ക് തന്നെയാണ് 2ാമത്തെ മകനെയും ബാപ്പ ഏൽപ്പിക്കുന്നത്. എന്താ കാര്യം? ഇവരെ കൊണ്ടു ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ പേരിൽ ബാപ്പക്കവർ കരാർ കൊടുക്കുന്നു. എന്നാൽ ഈ ഭൗതികമായ കാര്യങ്ങളൊക്കെ ഉറപ്പാക്കിയതിനു ശേഷം ബാപ്പ ആരെ ഏൽപ്പിക്കുന്നു? അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നു. ഖൈറുൻ ഹാഫിളൻ. കണ്ടോ, അതാണ് അള്ളാഹു മതി എന്ന വിശ്വാസം വിശ്വാസിയെ പിടിച്ചു നിർത്തുന്നത്. മൂസാ നബി, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മൂസാ നബിയും അനുയായികളും കടലിനടുത്ത് സഞ്ചരിക്കുകയാണ്.
നാടുവിട്ടു പോകാൻ അള്ളാഹു പറഞ്ഞു. ഫിർഔനിൽ രക്ഷപ്പെടാൻ കടൽക്കരയിലെത്തി. മുന്നിൽ തിരമാല, ബേക്കിൽ ഫിർഔനും സൈന്യവും. മൂസാ നബിയുടെ കൂടെയുള്ള ആളുകൾ പറഞ്ഞു, ഇന്നാല മുദ്റക്കൂൻ, മൂസയെ നമ്മളിതാ പിടികൂടപ്പെട്ടിരിക്കുന്നു. മുന്നിൽ കടല്, ബേക്കിൽ ഫിർഔൻ, എങ്ങോട്ട് ഓടാൻ വഴിയില്ല, മരിച്ചത് തന്നെ, പിടിക്കപ്പെട്ടു. അപ്പൊ മൂസാ നബി എന്താ പറഞ്ഞത്? കല്ല, അങ്ങനെയല്ല, പിടിക്കപ്പെട്ടിട്ടില്ല. ഇന്ന മഅയ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, സയഹ്ദീൻ, ആ റബ്ബ് എനിക്ക് വഴി കാണിക്കും. എന്നോട് പോകാൻ പറഞ്ഞ അള്ളാഹു, ഏതൊരു ഫിർഔൻ എന്ന അള്ളാഹു നിശ്ചയിച്ച ഫിർഔൻ എന്ന ആ ശത്രുവിൽ നിന്ന് രക്ഷയ്ക്കുള്ള മാർഗം അള്ളാഹു കാണിക്കും. അതാണ് നേരത്തെ പറഞ്ഞത്, അള്ളാഹു ഹാദിൻ, ശത്രുക്കളെ നിശ്ചയിച്ചവൻ അള്ളാഹുവാണ്. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി കാണിക്കുന്നവൻ അള്ളാഹുവാണ്. നസീർ, സഹായിക്കുന്നവൻ അള്ളാഹുവാണ്. അപ്പൊ ഫിർഔൻ എന്ന ശത്രുവിനെ നിശ്ചയിച്ച അള്ളാഹുവിൽ നിന്ന് മുന്നിൽ കടലും പിന്നിൽ ഫിർഔനുമാകുന്ന സന്ദർഭത്തിൽ രക്ഷപ്പെടാനുള്ള വഴി സയഹ്ദീൻ, എന്നെ സൃഷ്ടിച്ച, എന്നെ നബിയായി അയച്ച, എന്നിൽ വിശ്വസിച്ച നിങ്ങളെ രക്ഷപ്പെടുത്താനുള്ള വഴി അള്ളാഹു കാണിച്ചു തരും. നോക്കൂ, മൂസാ നബി മനസ്സിലാക്കി, അള്ളാഹു മതി, ഹാദിയായി, നസീറായി അള്ളാഹു മതി എന്ന് മൂസാ നബി ഉറച്ചു വിശ്വസിച്ചു. പിന്നെ നബിയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ ഗാർ സൗർ എന്ന് പറയുന്ന 19 മിനിറ്റ് കുത്തനെ കയറേണ്ടുന്ന മലമുകളിലെ പാറക്കെട്ടുകൾക്കിടയിലുള്ള ഒരു ഗുഹക്കുള്ളിൽ രണ്ടുപേരും ഒളിച്ചിരുന്നു. സൂറത്ത് തൗബ 40-ാമത്തെ വചനം. ആ ഗുഹയിൽ കയറിയ സന്ദർഭം ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. ശത്രുക്കൾ തെരഞ്ഞു വന്നു. ഗുഹാമുഖത്ത് ശത്രുക്കൾ നിൽക്കുന്നു. താഴോട്ട് നോക്കിയാൽ നബിയെ കാണാം. പക്ഷേ അവരെ കാണാതെ നിർത്തി അള്ളാഹു കാവൽ നൽകി. തേർനാട്ടുക കാണും, പക്ഷെ നോക്കാൻ അവർക്ക് തോന്നിയില്ല ആരുടേതാണ് കാവൽ. അപ്പൊ ഖുർആൻ പറയാൻ, അബൂബക്കറും നബിയും രണ്ടുപേരും ഗുഹയിലായിരിക്കെ ഇത് യഖൂലു ലി സാഹിബിഹി, ഒരാൾ തന്റെ കൂട്ടുകാരനോട് പറയുന്നു. ആരാ? നബി തന്റെ കൂട്ടുകാരനായ അബൂബക്കറിനോട് പറയുകയാണ്, ലാ തഹ്സൻ, അബൂബക്കറെ ദുഃഖിക്കണ്ട, ഇന്നല്ലാഹ മഅന, നമ്മൾ രണ്ടാളുമേ ഈ ഗുഹക്കുള്ളിലുള്ളൂ, പക്ഷേ നമ്മോടൊപ്പം അള്ളാഹു ഉണ്ട്. അതെന്താ? അള്ളാഹ് അങ്ങോട്ട് വരും, എന്നിട്ട് നമ്മളെ പിടിച്ച് കയറ്റിക്കൊണ്ടുപോകും ആകാശത്തേക്ക് എന്നാണോ? അല്ല, നേരത്തെ പറഞ്ഞ അള്ളാഹു സമീഅാണ്, അള്ളാഹു അലീമാണ്, അള്ളാഹു ബസീറാണ്. നമ്മൾ ഗുഹയിലാണ്. ഗുഹക്ക് മീതെ പാറക്ക് മുകളിൽ ശത്രുക്കൾ നമ്മെ തെരഞ്ഞു വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ കഴിയില്ല, പറന്നു പോകാൻ കഴിയില്ല, വേറെ ആരും രക്ഷപ്പെടുത്താനില്ല. ആ ഒരു ഘട്ടത്തിൽ നമ്മൾ ഈ ഒരവസ്ഥയിലാണ് എന്ന് കാണുന്ന, കേൾക്കുന്ന, അറിയുന്നവനായ അള്ളാഹു മതി എന്ന വിശ്വാസമാണ് ഇത് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അത് കേട്ട് നിർഭയനാകാൻ അബൂബക്കർ സിദ്ദീഖിനെയും പ്രേരിപ്പിച്ചത്. അപ്പൊ നോക്കൂ, ഇതാണ് അള്ളാഹു മതി എന്ന വിശ്വാസം പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നിന്നും വിശ്വാസികളായ മുത്തഖികളായ ആളുകളുടെ ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏഴാമതായി, ചില ഹദീസുകൾ പരിശോധിച്ചാൽ വിശ്വാസികളിൽ അള്ളാഹു മതി എന്ന വിശ്വാസം എപ്പോഴും ഉണ്ടാകേണ്ടതുണ്ട്. നമ്മളൊക്കെ ഉറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു വാചകമായി ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുള്ള ഒരു ഹദീസിൽ കാണാം. നമുക്കത് അറിയുമോ ഇല്ലേ എന്നെനിക്കറിയില്ല. നമ്മളത് പഠിക്കണം. വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ്. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാൻ കിടന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ വസഖാനാ, ഞങ്ങൾക്ക് ഭക്ഷണം നൽകുകയും ഞങ്ങൾക്ക് വെള്ളം നൽകി കുടിപ്പിക്കുകയും ചെയ്ത അള്ളാഹുവേ നിനക്ക് സ്തുതി. രാത്രി കിടന്നുറങ്ങുമ്പോൾ പറയാൻ, വകഫാന, കണ്ടോ, വകഫാന, നമുക്ക് മതിയാക്കി തന്നവൻ. മതിയാക്കി തന്ന ജീലാനിയല്ല, സിയമടൂരല്ല, മമ്പർത്തങ്ങളല്ല, ഉള്ളാളുപ്പാപ്പയല്ല, മൂന്ന് പെറ്റുമ്മയല്ല, ഇവരാരുമല്ല. കാര്യങ്ങൾ മതിയാക്കി തന്നവൻ അള്ളാഹുവാൻ. വകഫാന, ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ മതിയാക്കിയവനായ അള്ളാഹുവേ നിനക്ക് സ്തുതി. വആവാന, കിടന്നുറങ്ങാൻ ഒരു അഭയസ്ഥാനം, ഒരു വീട്, അതൊരു കൂരയാണെങ്കിലും കൊട്ടാരമാണെങ്കിലും ഫുട്പാത്തിലാണെങ്കിലും പീടികത്തിണ്ണയിലാണെങ്കിലും പ്ലാസ്റ്റിക് ഷീറ്റ് മറച്ചു കെട്ടിയതിനടിയിലാണെങ്കിലും അഭയം നൽകാൻ ഒരിടം നൽകിയവനുമായ അള്ളാഹുവെ നിനക്ക് സ്തുതി. നോക്കൂ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമായ ഭക്ഷണം, വെള്ളം, പിന്നെ അവന്റെ അത്യാവശ്യ കാര്യങ്ങൾ നിറവേറുക, അതിൽപ്പെട്ട വീടുണ്ടാവുക, അല്ലെങ്കിൽ കിടന്നുറങ്ങാൻ ഒരിടം കിട്ടുക, ഈ 4 കാര്യങ്ങൾ ചെയ്തു തന്ന അള്ളാഹുവെ നിനക്ക് സ്തുതി. ഇതിൽ മൂന്നാമത് പറഞ്ഞ എന്താ? എന്റെ കാര്യങ്ങൾ മതിയാക്കി തന്നവൻ. അപ്പൊ നമ്മളൊക്കെ ദിവസവും കിടക്കുമ്പോൾ പറയണം, അള്ളാഹുവാണ് എന്റെ കാര്യങ്ങൾ മതിയാക്കി തന്നവൻ. അത് പറയുമ്പോഴാണ് നമ്മുടെ തൗഹീദ് ഉറക്കുന്നത്, നമ്മുടെ തൗഹീദ് യാഥാർത്ഥ്യമാകുന്നത്, അള്ളാഹുള്ള വിശ്വാസം രൂഢമൂലമാകുന്നത്, പതറിപ്പോകാതിരിക്കുന്നത്. എനിക്കെപ്പോഴും മതിയായവൻ അള്ളാഹുവാണ് എന്ന് പറയുന്നത്. എന്നിട്ടോ തൊട്ടടുത്ത വാചകം എന്താ? ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅ്വി, എനിക്ക് ഭക്ഷണം കിട്ടി, വെള്ളം കിട്ടി, വീട് കിട്ടി, കാര്യങ്ങൾ മതിയായി. എന്നാൽ മതിയായതില്ലാത്ത, അഭയം നൽകാൻ വീടില്ലാത്ത, അല്ലെങ്കിൽ അത്തരമൊരു സ്ഥലമില്ലാത്ത എത്ര പേർ ലോകത്തുണ്ട്? വെള്ളം കിട്ടാത്ത എത്ര പേരുണ്ട്?
ഭക്ഷണം കിട്ടാത്ത എത്ര പേരുണ്ട്, താമസിക്കാൻ ഇടമില്ലാത്ത എത്ര പേരുണ്ട്, ആവശ്യമായ കാര്യങ്ങൾ മതിയാകാത്ത അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയാത്ത എത്ര പേർ ലോകത്തുണ്ട്. പക്ഷേ അല്ലാഹുവേ, നീ എനിക്കിതൊക്കെ മതിയാക്കി തന്നിരിക്കുന്നുവല്ലോ. അപ്പൊ നോക്കൂ, വിശ്വാസി അള്ളാഹു മതിയായവനാണ് എന്നത് അനുഭവിപ്പിക്കുകയും ആ അനുഭവിപ്പിച്ചത് എടുത്തു പറഞ്ഞ് എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് അതിന്റെ പേരിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യാൻ പഠിപ്പിക്കുന്നത് ഒരു വിശ്വാസി വാക്കിലും പ്രവർത്തനത്തിലും ദുആയിലും ദിക്റിലും അള്ളാഹു മതി എന്നവൻ പറഞ്ഞുകൊണ്ടിരിക്കണമെന്നാണ്. മറ്റൊരു ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളെ പിടിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയും, അള്ളാഹുവേ, നിന്നെ ഞങ്ങൾ ആക്കിയിരിക്കുന്നു എവിടെ? ഫീ നുഹൂരിഹിം, ഞങ്ങളോട് ഏറ്റുമുട്ടാൻ വരുന്ന ഞങ്ങളുടെ ശത്രുക്കളുടെ നെഞ്ചിന്റെ മേലറ്റത്ത് അമ്പല്ല, നിന്നെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നു. ശത്രുക്കളുടെ നെഞ്ചിൽ, മാറിൽ, നെഹ്റെന്ന ഇവിടെ ഈ അറക്കുന്ന സ്ഥലത്തിന്റെ താഴെയാണ് നെഞ്ചിന്റെ മേലറ്റം. നെഞ്ചിന്റെ മേൽഭാഗത്ത് അല്ലാഹുവേ, നിന്നെ ഞങ്ങൾ ശത്രുക്കളുടെ നെഞ്ചിന്റെ മേലറ്റത്ത് കൊണ്ടുപോയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ നെഞ്ചിൽ ഇടന്ന് നശിപ്പിക്കാൻ കഴിവുറ്റവൻ നീയാണ്. അതുകൊണ്ട് നിന്നെ ഞങ്ങൾ അവിടെ നിർത്തിയിരിക്കുന്നു. അങ്ങനെ എന്റെ കാവൽ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. വനഊദു ബിക മിൻ ശുറൂരിഹിം, ശത്രുക്കളുടെ ശർറിൽ നിന്ന് അല്ലാഹുവേ, നിന്നെ കൊണ്ട് അല്ലെങ്കിൽ നിന്നിൽ ഞങ്ങൾ രക്ഷ തേടുന്നു. വേറൊരു വഴിയില്ല. നീയാണ് വലിയ, നീയാണ് ബസീർ, നീയാണ് സമീർ, നീയാണ് ഖബീർ, നീയാണ് ഹാദി. അതുകൊണ്ട് നിന്നെ ഞങ്ങൾ ഇതാ അവിടെ നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രക്ക് ഞങ്ങളുടെ വിശ്വാസം നീ സഹായിക്കുമെന്നാണ് എന്ന് നബി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എന്റെ കാര്യം നോക്കാൻ ഏതെങ്കിലും ഒരു ഔലിയപ്പാപ്പയുണ്ട് എന്നൊരു വിശ്വാസി വിശ്വസിക്കാൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന നോക്കൂ, അല്ലാഹുവേ, നിന്റെ കാരുണ്യത്തെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലാഹുവേ, കണ്ണ് ചിമ്മുന്ന ഒരു സമയമത്രയും, ഒരു കണ്ണ് പൂട്ടി തുറക്കുന്ന അത്ര സമയം പോലും എന്നിലേക്ക് നീ ഏൽപ്പിക്കല്ലേ. കാരണം എന്താ, എനിക്ക് കഴിയില്ല. ഒരു സെക്കൻഡ് പോലും, ഇമ വെട്ടുന്ന സമയം പോലും എന്റെ കാര്യം എന്നെ ഏൽപ്പിക്കരുത്, എനിക്ക് കഴിയൂല. നീയാണ് മതിയായവൻ, മതിയാക്കി തരുന്നവൻ. അതുകൊണ്ട് എന്റെ കാര്യം നീ ഏറ്റെടുക്കണമേ. എന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹുവേ നീ നന്നാക്കി തരണമേ. എന്നിട്ട് എന്താ പറയുന്നത്? ലാ ഇലാഹ ഇല്ലാ അന്ത, ഇലാഹായി നീയല്ലാതെ വേറാരുമില്ല എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ, ദുആ ചെയ്യാൻ, സഹായം തേടാൻ, ഇലാഹ് എന്ന് പറഞ്ഞാൽ അഭയം തേടി ചെല്ലാൻ പറ്റുന്നവൻ, പരിഭ്രമിച്ച് പരിഭ്രമം തീർക്കാൻ വേണ്ടി ആരെ സമീപിക്കാവുന്നുവോ അത് നീയല്ലാതെ വേറാരുമില്ല. അത് ജീലാലിനോടോ CM മടവൂരിനോടോ ഇനി ഏതെങ്കിലും ആളുകളോടോ ഈസാ നബിയോടോ മുഹമ്മദ് നബിയോടോ മലക്കുകളോടോ ബദരീങ്ങളോടോ ഒന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അവരാരും അതിന് പറ്റിയവരല്ല. നീയല്ലാതെ അഭയം തേടാവുന്നവൻ, പരിഭ്രമിക്കുമ്പോൾ പരിഭ്രമം തീർക്കാൻ ചെല്ലാവുന്നവനായി നീയല്ലാതെ വേറാരുമില്ല. എന്നാൽ ആളുകൾ ചെയ്യുന്നത് എന്താ? അല്ലാഹു അല്ലാത്ത ആളിലേക്ക് അഭയം തേടി പോകുന്നു. ബുഖാരി ഉദ്ധരിച്ച ഹദീസ് കാണാം. മക്കയിൽ മുശ്രിക്കുകളുടെ, മക്കയിൽ ഖുറൈശികളുടെ ശക്തമായ ആക്രമണവും പീഡനവും മുസ്ലിങ്ങൾക്കുണ്ടായി. ആ ഘട്ടത്തിൽ മക്കയിലെ മുശ്രിക്കുകൾക്കെതിരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയൊരു പ്രാർത്ഥന, അല്ലാഹുമ്മ ക്ഫിനീഹിം ബിസബ്ഇൻ കസബ്ഇ യൂസുഫ. യൂസുഫ് നബിയുടെ കാലത്തുണ്ടായ ക്ഷാമം പോലെ അല്ലാഹുവേ, ഒരു ക്ഷാമം കൊണ്ട് ഇവരെ എനിക്ക് നീ മതിയാക്കി തരണമേ. ആരെ? എന്നെയും മുസ്ലിങ്ങളെയും പീഡിപ്പിക്കുന്ന മക്കയിലെ ഖുറൈശികളായ കിരാതരായ ആളുകളെ ക്ഷാമം പിടിപിടിച്ച് നൽകിക്കൊണ്ട് അവരെ എനിക്ക് നീ മതിയാക്കി തരണം എന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് എനിക്ക് നീ രക്ഷ തരണം. നബി പ്രാർത്ഥിച്ചതാ. ഫഅസാബത്തുഹും സന, അങ്ങനെ അവർക്ക് കൊടിയ ക്ഷാമം ബാധിച്ചു. എത്രത്തോളം? അവർ എല്ലുകൾ തിന്നേണ്ടി വന്നു. താഴേന്ന് മേലോട്ട് ആകാശത്തേക്ക് നോക്കിയാൽ ഒരു പുകയല്ലാതെ ആകാശത്ത് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അത്രത്തോളം ഖുറൈശികൾ നരകിക്കേണ്ടി വന്നു. ഇവിടെ നബിന്റെ പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ ക്ഫിനീഹിം, അല്ലാഹുവേ നീ മതിയാക്കി തരണം. ഇബ്രാഹിം നബിയെ നീ മതിയാക്കി തരണം. ഇസ്മായിൽ നബിയെ നിങ്ങൾ മതിയാക്കി തരണം. ബഹുമാനപ്പെട്ടവരെ നിങ്ങൾ മതിയാക്കണം. ഒരു വലിയനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതിയാക്കി തരാൻ വേണ്ടി പറഞ്ഞില്ല എന്നാണ് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഇനി ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെല്ലേണ്ട പ്രാർത്ഥന നമുക്കറിയാം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയാൽ അവന് വഴി കാണിക്കപ്പെടും, അവൻ സംരക്ഷിക്കപ്പെടും. അത് കൂട്ടത്തിലൊരു കാര്യം കാണാൻ രണ്ടിനെ ഇടക്ക് പറഞ്ഞത് വഖുഫീത. ഇത് പറഞ്ഞ് നീ യാത്ര പുറപ്പെട്ടാൽ നിന്റെ കാര്യങ്ങൾ മതിയാക്കപ്പെടും. ആര് മതിയാക്കി തരും? അള്ളാഹു മതിയാക്കി തരും. വേറെ ഔലിയാപ്പന്മാര് മതിയാക്കി തരുമെന്നല്ല പറഞ്ഞത്. അള്ളാഹുവിൽ തവക്കുലാക്കി നീ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ടോ, കുഫീത്ത, നിന്റെ കാര്യങ്ങളൊക്കെ അള്ളാഹു മതിയാക്കി തരും.
കാരണം എന്താ? അള്ളാഹുവിലാണ് തവക്കുലാക്കി, വേറെ ആർക്കും ഒരു കഴിവുമില്ല പ്രാപ്തിയുമില്ല എന്ന് പറഞ്ഞ് പ്രാപ്തനായ കഴിവുറ്റവനായ അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് പുറത്തിറങ്ങുന്നത്. അതുകൊണ്ട് എന്റെ കാവൽ അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു. അള്ളാഹിന്റെ വാഗ്ദാനമാണ്. എന്നാൽ പോലും ശൈത്താൻ ചിലപ്പോ പിന്നാലെ വരും. അപ്പൊ മറ്റു ശൈത്താൻ പറയും, ഓന്റെ പിന്നാലെ പോണ്ട, ഓൻ ഈ പ്രാർത്ഥന ചെല്ലിയിട്ടാണ് പോയത്, അവൻ അള്ളാഹിന്റെ കാവലുണ്ട്. കുഫിയ വഉഖിയ, അവൻ സംരക്ഷിക്കപ്പെട്ടവനാണ്, പ്രൊട്ടക്ഷൻ നൽകപ്പെട്ടവനാണ്. ആരുടെ? അള്ളാന്റെ. വഖുഫിയ, കാര്യങ്ങളൊക്കെ മതിയാക്കപ്പെട്ടവനാണ് അവൻ. അവന് ഹുദിയ, മാർഗം വഴി കാണിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ എന്തിനാ ഓന്റെ പിന്നാലെ പോകുന്നത് എന്നൊരു ശൈത്താൻ ഈ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയ മനുഷ്യനെ തകരാറിലാക്കാൻ പോകുന്ന ശൈത്താനോട് മറ്റേ ശൈത്താൻ ചോദിക്കും. ഇത് ശൈത്താന്റെ പോലും വിശ്വാസം. ഈ ശൈത്താന്റെ വിശ്വാസം പോലും മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകൾക്കില്ല എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ശൈത്താൻ പോലും മനസ്സിലാക്കി അള്ള മതിയാക്കുന്ന മതിയായത് തന്നെ. പക്ഷെ കെലിമ ചൊല്ലിയ പല മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകൾക്കും 5 വക്ത് നിസ്കരിക്കുന്നവർക്കും അള്ളാഹു മതിയാക്കി തരും എന്ന ശൈത്താന്റെ വിശ്വാസം പോലും ഇല്ലാതെ അധപ്പതിച്ചിരിക്കുന്നു എന്നർത്ഥം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദിക്റുകളും ദുആകളും തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സാധാരണ നമ്മൾ കേൾക്കുന്നതാണ്. നിനക്ക് ചില കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, എങ്കിൽ അള്ളാഹു നിന്നെ കാക്കും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നീ മനസ്സിലാക്കിക്കോ ഇബ്നു അബ്ബാസെ, ഉമ്മത്ത്, സമൂഹം, ഉമ്മ എന്നാരാ? ഉമ്മത്ത് 2 നിലക്കുണ്ട്. ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ നബിയിൽ വിശ്വസിച്ച ആളുകൾ, അത് ഉമ്മത്താണ്. നബിന്റെ പ്രബോധനത്തിന് ഉത്തരം കൊടുത്ത ഉമ്മത്ത്. നബി ആരോടൊക്കെയാണോ ദഅവത്ത് നടത്തേണ്ടത്, അല്ലെങ്കിൽ നബിയുടെ ദഅവത്ത് ആർക്കൊക്കെ ബാധകമാണോ, അത് നബിന്റെ ഉമ്മത്താണ്. അതായത് മുഹമ്മദ് നബി പ്രവാചകനായി വന്നത് മുതൽ ലോകാവസാനം വരെയുള്ള മുസ്ലിങ്ങളും അല്ലാത്തവരും എല്ലാരും മുഹമ്മദ് നബിന്റെ ഉമ്മത്താണ്. കാരണം നബിന്റെ ദഅവത്ത് കേൾക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ ഇവിടെ രണ്ടും പെടാവുന്ന രീതിയിലാണ്. ഉമ്മ, ഈ സമുദായം എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി എന്തിന്? നിനക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ. ഒരാളല്ല, ഈ ഉമ്മത്ത്, മുഹമ്മദ് നബിന്റെ ഉമ്മത്ത് മുഴുവൻ ഒരു ഉപകാരം ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടിയാൽ പോലും അള്ളാഹു വിധിക്കാത്ത ഒരു ഉപകാരം ചെയ്യാൻ ഈ ഉമ്മത്തൊന്നായി ഒരുമിച്ച് കൂടിയാലും സാധിക്കുകയില്ല. തിരിച്ചും ഈ ഉമ്മത്ത് മുഴുവൻ തന്നെ ദ്രോഹിക്കാൻ ഒരുമിച്ച് കൂടിയാൽ എന്തെങ്കിലും ഒരു സംഗതി കൊണ്ട്, എന്തെങ്കിലും ഒന്നുകൊണ്ട് ഉപദ്രവിക്കാൻ ഒരുമിച്ച് കൂടിയാൽ പോലും ഈ ആളുകൾ എല്ലാവരും കൂടിച്ചേർന്നാൽ നിന്നെ ഉപദ്രവിക്കാൻ അവർക്ക് സാധിക്കുകയില്ല, അള്ളാഹു വിധിച്ചതല്ലാതെ. ഇത് ഇബ്നു അബ്ബാസിനെ നബി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. തൗഹീദാ പഠിപ്പിക്കുന്നത്. ഈ പറഞ്ഞ എന്താ? മതിയായവനായി അള്ളാഹു മതി. അള്ള വിചാരിച്ചത് തടയാൻ വേറെ ആർക്കും കഴിയില്ല, അള്ള തടഞ്ഞത് തരാൻ വേറെ ആർക്കും കഴിയില്ല. അപ്പൊ നോക്കൂ, ലോകത്തുള്ള ഉമ്മത്ത് മുഴുവൻ ഒരുമിച്ചാൽ പോലും അള്ളാഹുന്റെ തീരുമാനത്തിന് അപ്പുറത്ത് പോകാൻ സാധിക്കുകയില്ല. പിന്നെ എങ്ങനെയാണ് ഈ മരിച്ച ശവങ്ങൾക്ക്, ചീഞ്ഞ ശവങ്ങൾക്ക്, ദ്രവിച്ചുപോയ പുഴുവരിച്ച മണ്ണിൽ കിടക്കുന്ന മനുഷ്യന്മാർക്ക്, അല്ലെങ്കിൽ മനുഷ്യ ദൈവങ്ങൾക്ക്, ആൾ ദൈവങ്ങൾക്ക്, ജീവിച്ചിരിക്കുന്ന ഔലിയാപ്പന്മാർക്ക്, ഇനി അവർ എത്ര ഉന്നതരാണെങ്കിലും മുഹമ്മദ് നബി ആണെങ്കിൽ പോലും ഒരു ചുക്കും ചെയ്യാൻ കഴിയുകയില്ല. ഇവിടെ ഉമ്മത്തെന്നാൽ ആരും, എല്ലാരും കൂടിയാലും ശരി, അതിൽ ഔലിയാക്കന്മാരുണ്ടാവുമല്ലോ, പീവിമാരുണ്ടാവുമല്ലോ, ബാബമാരുണ്ടാവുമല്ലോ, അതാണ് ഉമ്മത്ത്. ഈ ലോകത്തിലെ എല്ലാ ഔലിയാപ്പന്മാരും അടങ്ങുന്ന മുഴുവൻ മനുഷ്യന്മാരും കൂടിയാലും ചെയ്യാൻ കഴിയില്ല. ഈ ഹദീസ് പോരെ അള്ളാഹു മതി എന്നതിന്, വേറെ ഒരുത്തനും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നതിന്. അപ്പൊ നോക്കൂ, ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രയിൽ ഒരു മരത്തിന്റെ അടിയിൽ വിശ്രമിക്കാനിരുന്നു. വാള് മരത്തിൽ കൊളുത്തിയിട്ടു. നമുക്കറിയാം, അവിടെ വേറൊരാൾ വന്നു ഉറങ്ങുമ്പോ വാളെടുത്ത് ചോദിച്ചു, നിന്നെ ആരാ രക്ഷപ്പെടുത്തുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് അയാളുണ്ട്, ഇയാളുണ്ട്, അല്ലെ എന്റെ കൂടെയുള്ള ഈ കിടക്കുന്ന ആളുകളൊക്കെ എന്റെ ആളുകളാണ്, അവർ രക്ഷപ്പെടുത്തും എന്ന് പോലും നബി പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞാൽ തൗഹീദിന് എതിരാവില്ല. കാരണം എന്താ? ആ ഉള്ള ആളുകൾക്ക്, അവിടെയുള്ള ഹാലിറായ ആളുകളാണ്, അവർക്ക് സഹായിക്കാൻ കഴിയും, വിളിച്ചാൽ വരാൻ കഴിവുള്ളവരാണ്. പക്ഷെ അതുപോലെ നബി പറഞ്ഞില്ല. നബി എന്ത് പറഞ്ഞു? അല്ലാഹ്, എന്റെ വാൾ നിന്റെ കയ്യിലാണ്, എന്റെ കയ്യിൽ ആയുധമില്ല, നീ ഇപ്പൊ കൊല്ലാൻ വിചാരിച്ചാൽ നീ കൊല്ലും. കാരണം എന്താ? നീ ആയുധം എന്റെ അടുക്കലാണ്, നിനക്ക് എന്നെ വെട്ടാം. പക്ഷേ എന്നെ തടയാൻ, ഇവിടെ മനഅൻ എന്നാ തടയാൻ മാത്രമല്ല, സംരക്ഷണം നൽകുക. മനയംനഉ മൻഅൻ എന്ന് പറഞ്ഞാൽ സംരക്ഷണം നൽകിയാൽ, എനിക്ക് സംരക്ഷണം നൽകാൻ അള്ളാഹുവാണുള്ളത്. കണ്ടോ, നബി പറഞ്ഞു എനിക്ക് അള്ളാഹു മതി. ഈ അടുത്തുള്ള ആളുകൾ പോലും ഉണ്ട് എന്ന് നബി പറഞ്ഞില്ല, ശിർക്കല്ലാതിരുന്നിട്ട് കൂടി. അതാണ് അള്ളാഹുവാണ് മതിയായവൻ. ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഒരു വിശ്വാസി എപ്പോഴും അള്ളാഹുവിനെ കുറിച്ച് ഈ ഒരു ധാരണയും കാര്യവും ഉള്ളവനായിരിക്കണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹു മതിയാകാൻ നേരത്തെ പറഞ്ഞ തവക്കുൽ, ഈ വിശ്വാസം ഉണ്ടാവുക. അള്ളാഹു മതി, അതുകൊണ്ട് അള്ളാഹുവിനെ ഞാൻ ഏൽപ്പിക്കുന്നു എന്ന വിശ്വാസം.
അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് യഥാർത്ഥ തൗഹീദോടുകൂടി ജീവിക്കുക. രണ്ടാമത്തേത്. മൂന്നാമത്തേത് മുകളിൽ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നടത്തിയതും നമ്മോട് നടത്താൻ കൽപ്പിച്ചതുമായ പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരു ദീർഘമായ ഒരു സംഭവം കാണാം. ഒരു രാജാവിന്റെ ഒരു സാഹിർ, ആ സാഹിർ വയസ്സനായപ്പോ സിഹിർ പഠിപ്പിക്കാൻ വേണ്ടി സാഹിറിന്റെ നിർദ്ദേശപ്രകാരം രാജാവ് വേറൊരു കുട്ടിയെ സിഹിർ പഠിപ്പിക്കാൻ വേണ്ടി അയച്ചത്. അതിനിടയിൽ വഴിയിലുള്ള ഒരു സന്യാസി. ഈ നാലാളുകൾ കൂടിച്ചേർന്ന ഒരു ഹദീസ് ഇമാം മുസ്ലിം 3005 നമ്പറായി ഉദ്ധരിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും, കഥ മുഴുവൻ പറയാൻ നേരല്ല. ഇവിടെ രാജാവും സാഹിറും കാഫിരീങ്ങളാണ്, ഈ കുട്ടിയും പുരോഹിതനും വിശ്വാസികളാണ്. അങ്ങനെ ഈ കുട്ടിയിൽ നിന്നുണ്ടായ ചില കാര്യങ്ങൾ രാജാവിനെ ചൊടിപ്പിച്ചു. അങ്ങനെ അതിന് വിചാരണ ചെയ്തു. ആരാണെന്ന് കണ്ടെത്താൻ ശ്രമിച്ചു. സഹായിച്ചവരും കൂടെയുള്ളവരെന്നും പറയുന്നവരെയൊക്കെ കൊന്നു. അവസാനം പുരോഹിതനെ കുറിച്ച് പറയരുതെന്ന് പുരോഹിതൻ പറഞ്ഞിരുന്നു. പക്ഷെ അവസാനം പീഡനത്തിന് വിധേയമായപ്പോ കുട്ടി പറഞ്ഞു ഇന്ന പുരോഹിതനാണ്. പുരോഹിതനെയും കൊണ്ടുവന്നു, പുരോഹിതനെയും കൊന്നു. അവസാനം ഈ കുട്ടി മാത്രം ബാക്കിയായി. ഗുലാം എന്നാണ് പറഞ്ഞത്, പ്രായപൂർത്തിയെത്താത്തൊരു കുട്ടി. ആ കുട്ടിയെ രാജാവിനടുത്ത് കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. രാജാവിന്റെ അടുക്കൽ ഹാജരാക്കപ്പെട്ടു. രാജാവ് പറഞ്ഞു നിന്റെ ദീനിൽ നിന്ന് നീ മടങ്ങണം. കുട്ടി പറഞ്ഞു ഞാൻ ദീനിന്ന് മടങ്ങൂല. അപ്പൊ രാജാവ് ഈ കുട്ടിയെ ഒരു സംഘം ആളുകളെ ഏൽപ്പിച്ചു. എന്നിട്ട് ആ ആളുകൾ പറഞ്ഞു ഇവനെ ഇന്നാലിന്ന മലയിൽ കൊണ്ടുപോകുക, എന്നെ പ്രകാരം ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല, ദീനിൽ നിന്ന് പിന്മാറുന്നില്ലെങ്കിൽ അവനെ നിങ്ങൾ കൊല്ലണം. അങ്ങനെ ഒരു മലമുകളിൽ കൊണ്ടുപോയി. ആ മലമുകളിൽ കൊണ്ടുപോയി പറഞ്ഞതുപോലെ അവർ ചെയ്തു. പക്ഷേ കുട്ടി ദീനിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല. അങ്ങനെ ആ സമയത്ത് കുട്ടി പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മക്ഫിനീഹിം ബിമാ ശിഅത, അല്ലാഹുവേ നീ ഉദ്ദേശിക്കുന്ന നിലക്ക് എന്നെ കൊല്ലാൻ വേണ്ടി വന്നിട്ടുള്ള ഈ ആളുകളെ നീ മതിയാക്കി തരണമേ. കണ്ടോ, ഇക്ഫിനി, എനിക്ക് നീ മതിയാക്കണം, ഹിം അവരെ, ബിമാ ശിഅത അല്ലാഹുവേ നീ ഉദ്ദേശിച്ചതുകൊണ്ട്. ഈ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു. ഒരുപാട് ആളുകളുണ്ട്, കുട്ടി ഒറ്റക്കാണ്, മലമുകളിലാണ്, മല വിറച്ചു. കുട്ടിയെ കൊല്ലാൻ കൊണ്ടുവന്ന ആളുകൾ മലമുകളിൽ നിന്ന് എടുത്തെറിയപ്പെട്ടു. എല്ലാവരും ചത്തു, കുട്ടി മാത്രം രക്ഷപ്പെട്ടു. കുട്ടി നടന്ന് രാജാവിന്റെ അടുക്ക ചെന്നു. രാജാവ് ചോദിച്ചു എവിടെ പോയി നിന്റെ ആളുകൾ? അപ്പൊ കുട്ടി പറഞ്ഞെടുത്തു കഫാനിഹിമുല്ലാഹ്, നിങ്ങളല്ല റബ്ബുണ്ട്, ആ അള്ളാഹു അവരെ എനിക്ക് മതിയാക്കി തന്നു. അവരെ പണി കഴിഞ്ഞു, സംഭവമൊക്കെ പറഞ്ഞെടുത്തു. അപ്പൊ രാജാവ് വേറൊരു കൂട്ടരെ വിളിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു ഒരു ചെറിയ കപ്പലിൽ ഈ കുട്ടിയെ കയറ്റുക, കടലിന്റെ നടുവ് കൊണ്ടുപോയി അവനെ നിങ്ങൾ മുക്കിക്കൊല്ലുക, ഈന്ന് പിന്മാറിയാൽ തിരിച്ചു കൊണ്ടുവരിക. കൊണ്ടുപോയി. കുട്ടി പിന്മാറിയില്ല. അപ്പോൾ അവർ കൊല്ലാൻ ശ്രമിച്ചു. അപ്പോൾ ഈ കുട്ടി പ്രാർത്ഥിച്ചു, അല്ലാഹുവേ അല്ലാഹുമ്മക്ഫിനീഹിം ബിമാ ശിഅത, നേരത്തെ പറഞ്ഞ അതേ പ്രാർത്ഥന, അല്ലാഹുവേ നീയാണ് കാഫി, നീയാണ് മതിയായവൻ, ഇവരെ മതിയാക്കി തരണമേ. അങ്ങനെ കപ്പൽ മറിഞ്ഞു. ഇൻകഫ, തലമറിഞ്ഞു കപ്പൽ, എല്ലാവരും ചത്തു. പക്ഷെ ഈ കുട്ടി മാത്രം രക്ഷപ്പെട്ടു. കുട്ടി നടന്ന് രാജാവിന്റെ അടുക്ക ചെന്നു. രാജാവ് ചോദിച്ചു എവിടെ പോയി നിന്റെ ആളുകൾ? അവരൊക്കെ മുങ്ങിച്ചത്തു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു. രാജാവിനോട് കുട്ടി അങ്ങോട്ട് പറയാൻ, നിനക്ക് എന്നെ കൊല്ലാൻ കഴിയില്ല, കൊല്ലണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം, എങ്കിൽ നിനക്ക് എന്നെ കൊല്ലാം. അങ്ങനെ ആ കുട്ടി പറഞ്ഞെടുത്തു, നീ നിന്റെ അമ്പിൽ വില്ല് കൊടുക്കുക, എന്നിട്ട് നീ ആ അമ്പ് എടുത്തതിന് ശേഷം നീ ഇങ്ങനെ പറയണം, ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം, ഈ കുട്ടിയുടെ റബ്ബായ അള്ളാഹുവിന്റെ പേരിൽ എന്ന് പറഞ്ഞുകൊണ്ട് നീ അമ്പ് ചെയ്തോ. അങ്ങനെ ആളുകളൊക്കെ വിളിച്ചു കൂട്ടി ആളുകൾ കാണെ രാജാവ് അമ്പെടുത്തു. എന്നിട്ട് കുട്ടി പറഞ്ഞതുപോലെ ബിസ്മി ചൊല്ലി, അള്ളാന്റെ പേരിൽ ബിസ്മി ചൊല്ലിക്കൊണ്ട് അമ്പെയ്തു. ആ അമ്പേറ്റ് കുട്ടി മരിച്ചു. ഇത് കണ്ട ആളുകൾ മുഴുവൻ വിശ്വാസികളായി. രാജാവ് എന്നിട്ടും വിശ്വസിച്ചില്ല. അപ്പൊ നീണ്ട സംഭവമാണ്, ഇമാം മുസ്ലിം വായിച്ചതാ. ഇവിടെ എന്താ ഉള്ളത്? കുട്ടി എന്താ പ്രാർത്ഥിച്ചത്? ഇക്ഫിനീഹിം ബിമാ ശിഅത. ഒറ്റക്ക് ഒരു രാജ്യവും ഭരണാധികാരിയും സൈന്യവും ജനങ്ങളും എല്ലാം കാഫിറുകളായിട്ടും കുട്ടി ഒറ്റക്ക് അള്ളാഹുവിനോട് മതിയാക്കി തരണേ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു മതിയാക്കി കൊടുത്തു. ഇതാണ് നേരത്തെ പറഞ്ഞത്, അള്ളാഹു മതി, അവൻ മതിയാക്കി തരുന്നവനാണ്. ആര് ഒരുമിച്ച് കൂടിയാലും ഒരു ഉപദ്രവവും ഏൽപ്പിക്കാൻ സാധിക്കില്ല. രാജ്യം ഒന്നായി ഒരുമിച്ച് കൂടിയിട്ടും ഇബ്രാഹിം നബിയെ ചുട്ടുകൊല്ലാൻ കഴിഞ്ഞില്ല. രാജ്യം മുഴുവൻ ഒരുമിച്ച് കൂടിയിട്ടും ഈ ഒരു കുട്ടിയെ കൊല്ലാൻ കഴിഞ്ഞില്ല. അള്ളാഹു മതിയായവനാണ്. ആ മതിയായവനായ അള്ളാഹുവിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ മതിയായവനായി സ്വീകരിക്കുകയും വിശ്വസിക്കുകയും